വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ ഏറ്റവും വിശിഷ്ടവും അവസാനത്തേതുമായ കൃതിയാണ് സ്നേഹജ്വാല. ഈ സ്നേഹജ്വാലയിൽ സ്നേഹോദീപ്തമായ ഒരു ആത്മാവ്, ആ ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെക്കുള്ള രൂപാന്തരത്തിൻ്റെ അവസാന പദവിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ പരിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ചാണ് പിതാവ് ഈ ഒരു കൃതിയിൽ വിവരിക്കുന്നത്. 4 വരികൾ വീതമുള്ള 4 പദ്യങ്ങൾ മാത്രമുള്ള ഈ കീർത്തനം 1584 പിതാവ് രചിച്ചത്. ഒപ്പം അന്നാദെ പെഞ്ഞലോസ എന്നൊരു വിധവയുടെ അഭ്യർത്ഥന പ്രകാരം 1585-86 കാലഘട്ടത്തിൽ ഈ കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം പിതാവ് എഴുതുന്നുണ്ട്. ഒപ്പം ഇതൊരു ജ്വാലയെ കേന്ദ്രീകരിച്ചുള്ള ഒരു കീർത്തനമാണ്. ഈ ജ്വാലയെ കേന്ദ്രീകരിച്ചുള്ള കീർത്തനത്തിൽ പിതാവ് ഹാ, എന്തെന്ത്, എത്രയോ എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്നേഹത്തിൻ്റെ തീവ്രത കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കീർത്തനത്തിൻ്റെ ഉടനീളം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ വരന് നേർക്കുള്ള സ്നേഹം വ്യക്തമാക്കുന്നു. ഈ കീർത്തനത്തിൻ്റെ വൈശിഷ്ട്യം മൂലമാണ് സ്പാനിഷ് കൃതികളുടെ മധ്യസ്ഥനായി 1952 വിശുദ്ധനെ അവരോധിക്കുന്നത്. ഇനി നമുക്ക് ഈ പദ്യത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് കടക്കാം. 1-ാം പദ്യത്തിൻ്റെ വിശദീകരണമാണ് ആദ്യം പറയാൻ പോകുന്നത്. 1-ാം പദ്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പിതാവ് ദൈവത്തെ ദിവ്യ ചൈതന്യം എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ ദിവ്യ ചൈതന്യം ആത്മാവിൻ്റെതായ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും വിശദീകരിക്കുന്നു. തുടർന്ന് ആത്മാവിനെ സ്വന്തമാക്കാനായിട്ട് ദൈവം ഒരുങ്ങുന്നു. അപ്രകാരം ഒരുങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ദൈവൈക്യത്തിൻ്റെ ഒരു ആനന്ദം ആത്മാവിലേക്ക് നൽകുന്നു. ഇങ്ങനെ ദൈവൈക്യത്തിൻ്റെ ആനന്ദം ആത്മാവിൽ അനുഭവിക്കുന്നതിൻ്റെ ഫലമായി സ്വർഗരാജ്യത്തിൻ്റെതായിട്ടുള്ള ആനന്ദവും ആത്മാവിന് ഈ സമയം അനുഭവിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു. ഇതാണ് 1-ാം പദ്യത്തിൽ വിശദീകരിക്കുന്നത്. 2-ാം പദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്രകാരം ദൈവൈക്യത്തിൻ്റെ ആനന്ദമെല്ലാം അനുഭവിക്കുന്ന ആത്മാവിലേക്ക് പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികൾ തങ്ങളുടേതായ ഓരോ ഫലങ്ങൾ ആത്മാവിലേക്ക് നിക്ഷേപിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം ആത്മാവിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നതിൻ്റെ ഫലമായി ആത്മാവിലെ എല്ലാവിധ മാലിന്യങ്ങളും ദൂരീകരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ആത്മാവിൽ രമ്യമായ തപനം അനുഭവിക്കുവാനായിട്ട് ഇടവരുത്തുന്നു. അങ്ങനെ ആത്മാവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് ആത്മാവിലേക്ക് ഇറങ്ങുകയും ആത്മാവിനെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. 2-മതായി പുത്രനായ ദൈവം ഇപ്രകാരം ശുദ്ധീകൃതമായ ആത്മാവിനെ മൃദുസ്പർശനമായി ആത്മാവിനെ സ്പർശിക്കുകയും അതുവഴിയായി നിത്യജീവിതത്തിൻ്റെ ആസ്വാദനം അനുഭവിക്കുവാനായിട്ട് ഇടവരുത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ആത്മാവിനെ വിശദീകരിച്ചതിന് ശേഷം പിതാവായ ദൈവം തൻ്റെ കരം നീട്ടി ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. നമ്മൾ അടുത്ത പദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 3-ാമത്തെ പദ്യം. ഈ പദ്യത്തിൽ യോഹന്നാൻ ക്രൂസ് പിതാവ് നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ വിശദമായിട്ട് വിശകലനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ദൈവം ആത്മാവിനെ സ്വന്തമാക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആത്മാവ് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഈ ആത്മാവിന് ദൈവത്തിൻ്റെ തന്നെ ഗുണവിശേഷങ്ങളാകുന്ന ആഗ്നേയ ദീപങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഈ ആഗ്നേയ ദീപങ്ങളിൽ നിന്ന് ഈ ആത്മാവിന് ലഭിക്കുന്ന ചൂടും വെളിച്ചവും ദൈവം ദാനമായിട്ട് ആത്മാവിന് നൽകുകയാണ്. അപ്പം അങ്ങനെ ലഭിക്കുന്ന ഈ ചൂടും വെളിച്ചവും ഈ ആത്മാവ് ദൈവം തന്നെ തനിക്ക് നൽകിയതാണെന്ന ബോധ്യത്തോടെ ദൈവത്തിന് തന്നെ തിരിച്ചു നൽകുകയാണ്. അതാണ് ഈ പദ്യത്തിൽ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ യോഹന്നാൻ ക്രൂസ് പിതാവ് പറയാണ്, ദൈവം നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ അത് ദൈവത്തിന് തന്നെ ദാനമാണെന്ന ബോധ്യത്തോടെ ദൈവത്തിന് തന്നെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ ഈ ആത്മാവ് ഈ സമയം കൂടുതലായി പ്രശോഭിക്കുകയും ദൈവം നൽകുന്ന വെളിച്ചത്തിൽ ആനന്ദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. അതാണ് 3-ാമത്തെ പദ്യത്തിൽ പറയുന്നത്. ഇനി 4-ാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആത്മാവ് ഒരു മണവാട്ടിയെ പോലെ, ദൈവം വരനും ആത്മാവ് മണവാട്ടിയും, അങ്ങനെ ഈ ദൈവത്തെ സമീപിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള സ്നേഹത്തോടെ ദൈവത്തെ സമീപിക്കുന്നു. അപ്പോൾ ഈ സായുജ്യത്തിലൂടെ ദൈവവും ആത്മാവും തമ്മിലുള്ള ഈ സായുജ്യത്തിലൂടെ 2 ഫലങ്ങളാണ് ആത്മാവിന് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ തന്നെ ഉണർച്ചകളും ദൈവത്തിന് ലഭിക്കുന്ന നിശ്വസനങ്ങളുമാണത്. അപ്പോൾ ഇതിലൂടെ ആത്മാവ് വളരെ സ്നേഹത്തോടെ, സ്നേഹവായ്പോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പറന്നുയരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഈ പദ്യത്തിലൂടെ യോഹന്നാൻ ക്രൂസ് പിതാവ് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ആത്മാവ് ദൈവത്തിൻ്റെ ഈ ഉണർച്ചകളിലൂടെ ആത്മാവ് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. കൂടുതൽ സ്നേഹത്തോടെ ഈ ആത്മാവ് വരനെ സമീപിക്കുന്നു. ദൈവൈക്യം അങ്ങനെ സാധ്യതമാകുന്നു. അങ്ങനെ ദൈവൈക്യത്തിന് ആനന്ദത്തിൽ ലയിച്ച ആത്മാവ് ദൈവവുമായി ഒന്നായിത്തീരുന്നു. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പിതാവിൻ്റെ കൃതികളിലുടനീളം പിതാവ് പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു ആത്മാവിനെ പക്ഷിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു പക്ഷിയുടെ കാലുകളെ ബന്ധിച്ചിരിക്കുന്നത് സ്വർണ്ണ നൂലുകളായാലും ചെറിയൊരു ചരടായാൽ പോലും അതിനൊരിക്കലും സ്വർഗത്തിലേക്ക്, അതിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരുവാനായിട്ട് അതൊരു തടസ്സം തന്നെയാണ്. അതിനാൽ തന്നെ ലൗകികമായ സുഖങ്ങളാൽ ബന്ധിതമായിരിക്കുന്ന ഒരു ആത്മാവിനെയാണ് യോഹന്നാൻ ക്രൂസ് പിതാവ് പക്ഷിയോട് ഉപമിച്ചിരിക്കുന്നത്.
ദൈവമാകുന്ന നിത്യാനന്ദത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ലൗകികമായ സകലതും നമ്മൾ ഉച്ഛിഷ്ടം പോലെ കരുതുകയും ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനാൽ ആണ് ഞങ്ങൾ ഈ ചാർട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷിയാകുന്ന ആത്മാവ് ലൗകികമായ യാതൊരു വിധത്തിലുമുള്ള ബന്ധനങ്ങളൊന്നും കൂടാതെ ദൈവം ഉന്നതത്തിൽ നിന്ന് നൽകുന്ന സ്വർഗീയ പ്രകാശം നോക്കിക്കൊണ്ട് ദൈവത്തെ സ്വന്തമാക്കണം എന്ന ഏക ലക്ഷ്യവുമായി താഴെ നിന്ന്, അതായത് ഭൂമിയിൽ നിന്നും ഉന്നതത്തിലേക്ക് ആത്മാവ് പറന്നുയരുന്നു. അങ്ങനെ സ്നേഹജ്വാല എന്ന പദ്യത്തിലൂടെ ആത്മാവ് ദൈവവുമായി ഗാഠമായ ഐക്യം പ്രാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഐക്യത്തിലൂടെ 4 വിധത്തിലുള്ള ഫലങ്ങളാണ് ആത്മാവിനെ സിദ്ധിക്കുന്നത്. അത് ഒന്നാമതായിട്ട് സ്നേഹം, രണ്ടാമതായിട്ട് അനുഭൂതിയുടെ ഛായ, മൂന്നാമത് സ്തുതി സ്തോത്രം, നാലാമത് കൃതജ്ഞതാ സ്തോത്രം. അങ്ങനെ ഈ 4 രീതിയിലൂടെ ആത്മാവ് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഈ ഐക്യം സിദ്ധിച്ചു. ആ ഐക്യത്തിന് ആനന്ദത്തിലായിരുന്നുകൊണ്ടാണ് ആത്മാവ് ഈ രീതികളിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹമെല്ലാമാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവമായിട്ട് തന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാവ് ദൈവത്തിൻ്റെ മനോഭാവങ്ങളൊക്കെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ തന്നെ രീതിയിലായി ഐക്യം പ്രാപിച്ചു. അങ്ങനെ ഈ ഐക്യത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുകയാണ് ഈ ആത്മാവ്. അടുത്തതായിട്ട് അനുഭൂതിയുടെ ഛായ. അപ്പോൾ ദൈവത്തെ ദൈവത്തിലൂടെ തന്നെ അനുഭവിച്ച് ആസ്വദിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവമായിട്ട് ഐക്യം പ്രാപിച്ചു. അങ്ങനെ ആ ഐക്യത്തിലൂടെ ദൈവത്തെ അനുഭവിച്ച് ആസ്വദിക്കുന്നു. അതിനുശേഷം സ്തുതി സ്തോത്രം. അപ്പോൾ ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി തന്നെയാണെന്നുള്ള പൂർണ്ണമായൊരു അവബോധം ഈ ആത്മാവിന് ഈ സമയത്തുണ്ട്. അപ്പോൾ ഈ അവബോധത്തിലായിരുന്നുകൊണ്ട് ആത്മാവ് ദൈവത്തിന് സ്തുതി ചൊല്ലുകയാണ്. അതിനുശേഷം കൃതജ്ഞതാ സ്തോത്രം. അങ്ങനെ സ്നേഹനിർലീനയായ ആത്മാവ് തനിക്ക് ലഭിച്ച ഈ മഹാദാനം, അതായത് ഈ ഐക്യം ദൈവം തനിക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അനന്തമായ സ്നേഹത്തോടെ നന്ദിയോടെ ദൈവത്തിന് മുൻപിലായിരിക്കുകയാണ്. അപ്പോൾ ഈ കൃതജ്ഞതാ സ്തോത്രം എന്ന് പറയുമ്പോൾ അപ്പോൾ അത്രയും ദൈവം തനിക്ക് നൽകിയ ഈ മഹാദാനം അത് അത്രയും വലുതാണ്, താൻ അതിനൊട്ടും യോഗ്യമല്ല എന്ന് ആത്മാവിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ദൈവം നൽകിയ ഐക്യത്തിൽ വളരെ ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ ഈ ആത്മാവ് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുകയാണ് ദൈവത്തിന്. അങ്ങനെ ഈ ആത്മനാഥനോട് ആത്മാവ് ഗാഠമായി ഐക്യം പ്രാപിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിനെ സ്തുതി ചൊല്ലുന്നു, ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നു.